എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വളരെ വിശിഷ്ടമായിരിക്കുന്ന വൈശാഖ മാസത്തിലെ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂര് മഹോത്സവം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം ശിവക്ഷേത്രങ്ങളുണ്ട്. അവയിൽ നിന്നെല്ലാം ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്ന ആചാരങ്ങളെ കൊണ്ട് പ്രശസ്തമാണ് കൊട്ടിയൂർ ക്ഷേത്രം. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ തന്നെയും ലോകമൊട്ടുക്കൻ തന്നെ പ്രശസ്തമായ ഒരു മഹാസമ്പ്രദായമാണ് കൊട്ടിയൂര് ആചാരാനുഷ്ഠാനങ്ങൾ. സാക്ഷാൽ മഹാദേവൻ്റെ ധാരാളം കഥകളെ ശിവപുരാണത്തിലൂടെയും മറ്റ് പല പുരാണങ്ങളിലെ പല സന്ദർഭങ്ങളിലൂടെയും എല്ലാം നാം കേട്ടിട്ടുണ്ട്. അതിൽ സംഹാരത്തിൻ്റെ ഭാവമായാണ് സാക്ഷാൽ മഹാദേവനെ പറയുന്നത്. അപ്പോൾ സാക്ഷാൽ മഹാദേവനെ സതീദേവി പ്രണയിക്കുന്നു. അപ്പം ഒരു മഹാദേവൻ്റെ രൂപവും ഭാവവും എല്ലാം നമുക്കറിയാം. ശ്മശാനവാസിയായി നടക്കുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രീതിയിലുള്ള ഒരു മൂർത്തിയായാണ് മഹാദേവനെ പുരാണങ്ങളിലെല്ലാം കാണുന്നത്. പ്രജാപതി ആയിരിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും ഒരു രാജാവിനെ പോലെ അധികാരത്തോടു കൂടിയിരിക്കുന്ന ദക്ഷ പ്രജാപതിയുടെ പുത്രിയാണ് ആദിപരാശക്തിയുടെ തന്നെ പൂർണ്ണ ഭാവമായിരിക്കുന്ന സതീദേവി. ആ സതീദേവി ആദിപരാശക്തിയുടെ തന്നെ ഭാവമായിരിക്കുന്ന ആ ദേവി സാക്ഷാൽ മഹാദേവനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു ധർമ്മമാണ്. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും നാഥനായിരിക്കുന്ന, സാക്ഷാൽ വൈരാഗ്യമായിരിക്കുന്ന, സർവ്വസംഘ പരിത്യാഗിയായിരിക്കുന്ന ഒരു തപസ്യയെ പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മൂർത്തിയായാണ് മഹാദേവനെ സൂചിപ്പിക്കുന്നത്. ആ മഹാദേവനെ സതീദേവി പ്രണയിക്കുകയും ആ മഹാദേവനെ സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദക്ഷ പ്രജാപതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാജാവിനെ പോലെ, ലോകത്തിൻ്റെ മുഴുവൻ തന്നെ ഒരു രാജാവിനെ പോലെ പ്രതാപത്തോട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. സാധാരണക്കാരനായിരിക്കുന്ന നമ്മുടെ ഒരവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ സ്നേഹ വിവാഹങ്ങൾക്ക്, പ്രേമ വിവാഹങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്ന ഒരു ക്രൂരനായൊരു വ്യക്തിയെപ്പോലെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ചിന്തിക്കാം. അപ്പോൾ മകളെ ഏറ്റവും യോഗ്യനായിരിക്കുന്ന, രാജകീയമായിരിക്കുന്ന ഒരു പ്രതാപത്തോടു കൂടി ഒരു വ്യക്തിയിലേക്ക് തന്നെ എത്തിച്ചേരണമെന്നാണ് ദക്ഷ പ്രജാപതിയുടെ ആഗ്രഹം. അതിനെ എതിർത്തുകൊണ്ട് സതീദേവി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ മഹാദേവനെ വിവാഹം കഴിക്കുവാനായി തീരുമാനിക്കുന്നു. അപ്രകാരം മഹാദേവൻ്റെ സ്വന്തമായി മാറുന്നു. ഇതിൽ കോപിഷ്ഠനായിരിക്കുന്ന ദക്ഷ പ്രജാപതിയുടെ ആ ഒരു കോപത്തെയോ അല്ലെങ്കിൽ ചിന്തകളെയോ പ്രവർത്തനങ്ങളെയോ ഒന്നും തന്നെ സാക്ഷാൽ മഹാദേവനോ സതീദേവിയോ കണക്കിലാക്കുന്നില്ല എന്ന് സാരം. തൻ്റെ ഒരു പ്രതാപം ലോകത്ത് മുഴുവൻ തന്നെയും കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, സമ്പത്തിലെല്ലാം ഉള്ള അമിതമായിരിക്കുന്ന ആ ഒരു അഹങ്കാരത്തോടു കൂടി ദക്ഷ പ്രജാപതി ഒരു മഹായാഗത്തെ നടത്തുകയാണ്. ആ യാഗത്തിൽ ദേവന്മാരെയും ഋഷിമാരെയും മാനവരെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു മഹായാഗമാണ് നടത്തേണ്ടത്. എന്നാൽ സ്വന്തം മകൾ മഹാദേവനോടൊപ്പം പോയതിൽ ഒരു കോപാകുലനായിരിക്കുന്ന ദക്ഷ പ്രജാപതി മഹാദേവനെയും സതീദേവിയും ആ യാഗത്തിൽ നിന്നും നിരസിക്കുന്നു. അവരെ ക്ഷണിക്കുന്നില്ല, അവരെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് വരെയുള്ള ആ യാഗ സംസ്കാരത്തിനെല്ലാം വിരുദ്ധമായി മഹാദേവനുള്ള ഒരു യാഗത്തിലെ പങ്കും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ദക്ഷ പ്രജാപതി യാഗത്തിനായി തയ്യാറാവുന്നത്. ദക്ഷ പ്രജാപതിയുടെ യാഗത്തിന് പോകുന്നതിന് വേണ്ടി സതീദേവി ആഗ്രഹം പറയുകയും, എന്നാൽ അച്ഛനിൽ നിന്നും വേറിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സതീദേവി വീണ്ടും ക്ഷണിക്കാത്ത ആ യാഗത്തിനായിട്ട് പോവണ്ട, അത് പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും മഹാദേവൻ തടയുകയും ചെയ്യുന്നു. ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് പോകണം, ആ യാഗത്തിന് എനിക്ക് പോകണം, ആ യാഗത്തിൽ എനിക്ക് പങ്കെടുക്കണമെന്നുള്ള ഒരു സ്വാഭാവികമായ സ്ത്രീകളുടേതായ ഒരു വാശിയോടുകൂടി സതീദേവി ആ യാഗത്തിനായി പോവാൻ തയ്യാറാവുകയാണ്. ശിവൻ ഭൂതഗണങ്ങളെയെല്ലാം സതീദേവിയോടൊപ്പം ഒരു കൂട്ടിനായി പറഞ്ഞു വിടുന്നു. അവർ യാഗശാലയിൽ ചെല്ലുന്നു. അവിടെ വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മറ്റ് സപ്തർഷികളും ധാരാളം ഭക്തജനങ്ങളും എല്ലാവരും പങ്കെടുക്കുന്ന വളരെ വലുതായിരിക്കുന്ന ആ യാഗശാല, അവിടെ വെച്ച് സതീദേവിയെ ദക്ഷ പ്രജാപതി അപമാനിച്ച് സംസാരിക്കുകയാണ് ചെയ്യുക. ഊരുദണ്ഡിയായിരിക്കുന്ന മഹാദേവനോടൊപ്പം പോയിരിക്കുന്ന സതീദേവി എന്തിനിവിടെ കയറി വന്നു എന്നുള്ള രീതിയിൽ വളരെയധികം മഹാദേവനെയും സതീദേവിയെയും അപമാനിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ പറഞ്ഞതാണ് പോകരുതെന്ന്. അതിനെ ധിക്കരിച്ച് വന്നിട്ട് ഈ അപമാനം മുഴുവൻ കേട്ട് തിരിച്ചു പോകുവാൻ സാധിക്കാത്ത സതീദേവി മനോവിഷമത്തോടു കൂടി ആ യാഗശാലയിലെ പവിത്രമായിരിക്കുന്ന ഹോമകുണ്ഡത്തിൽ സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. യാഗാഗ്നിയിൽ ചാടി ജീവാഹുതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ലോകത്ത് അവിടെ അതുവരെ ഇരുന്നിരുന്ന സപ്തർഷികളും മറ്റുള്ള ആൾക്കാരും എല്ലാവരും ഭയന്ന്, കാരണം മഹാദേവൻ്റെ കോപം നമുക്കെല്ലാം അറിയാം. സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ പ്രതീകമായാണ് ത്രിമൂർത്തികളെ പറയുന്നത്. ബ്രഹ്മാവിനെ സൃഷ്ടിയുടെ പ്രതീകമായും സ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ പ്രതീകമായി വിഷ്ണു ഭഗവാനെ പറയുമ്പോൾ സംഹാരത്തിൻ്റെ പ്രതീകമായാണ് സാക്ഷാൽ മഹാദേവനെ പറയുന്നത്.
ഇനി എന്തൊക്കെ വരും, എന്തൊക്കെയാണ് മഹാദേവൻ ചെയ്യാൻ പോകുന്നത്? ആദിപരാശക്തിയുടെ അംശമായിരിക്കുന്ന സാക്ഷാൽ സതീദേവിയാണ് ജീവാഹുതി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഭൂതഗണങ്ങളെല്ലാം കൈലാസത്തിൽ ചെന്ന് സാക്ഷാൽ ഭഗവാനോട് ഈ സംഭവങ്ങളൊക്കെ പറയുന്നു. സതീദേവിയെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയുമ്പോൾ ആ മഹാദേവൻ വീരഭദ്രനെയും ഭദ്രകാളിയെയും എല്ലാം ഈ യാഗശാലയിലേക്ക് പറഞ്ഞു വിടുകയും അവരവിടെ ചെന്ന് യാഗശാലയിൽ ഉണ്ടായിരുന്ന ആ യാഗ വസ്തുക്കളെ മുഴുവൻ നശിപ്പിക്കുകയും അവിടെ കൂടിയിരുന്ന എല്ലാ ആൾക്കാരെയും ഉപദ്രവിക്കുകയും യാഗത്തിൻ്റെ പ്രധാനിയായി നിന്നിരുന്ന ദക്ഷ പ്രജാപതിയെ തന്നെ ശിരസറുത്ത് ഹോമകുണ്ഡത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ യാഗം സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. മഹാദേവനാകട്ടെ ഈ പാതി കരിഞ്ഞ ആ സതീദേവിയുടെ മൃതശരീരത്തെ ശിരസിലേറ്റിക്കൊണ്ട് സംഹാര താണ്ഡവം നടത്തുകയാണ്. ലോകത്തിന് മുഴുവൻ തന്നെയും ഭഗവാന്റെ ക്രോധം കൊണ്ട് എന്നാണോ ലോകം അവസാനിക്കേണ്ടത് ആ സന്ദർഭത്തിൽ മാത്രം സംഭവിക്കേണ്ടത് രീതിയിലുള്ള ദുർനിമിത്തങ്ങളും പ്രകൃതിക്ക് മുഴുവൻ തന്നെയും ചലനവും എല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ലോകം തന്നെ ഇല്ലാതാവും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. യാദൃശ്യമായ ഒരു സംഭവം കൊണ്ടാണ് മഹാദേവൻ ഇത്രയും കോപാകുലനായി ലോകത്തെ സംഹരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് കണ്ടിട്ട് മറ്റ് എല്ലാ ആൾക്കാരും കൂടി വിഷ്ണു ഭഗവാനെ സമീപിക്കുകയും ബ്രഹ്മാവിനെ സമീപിക്കുകയും എല്ലാം ചെയ്ത് ആ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ഈ മൃതശരീരത്തെ ഖണ്ഡിച്ചു കളയുന്നു. കാരണം ആ മഹാദേവനെ സതീദേവിയുടെ ശരീരം കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ, കോപം സഹിക്കാൻ വയ്യാതെ സംഹാരതാണ്ഡവം ആടുന്നത്. സതീദേവിയുടെ മൃതശരീരം ഖണ്ഡിക്കപ്പെട്ട് മുറിച്ച് പല സ്ഥലങ്ങളിലും ചെന്ന് വീണുവെന്നും ആ വീണ ഓരോ സ്ഥലങ്ങളും ശക്തിപീഠങ്ങളായി മഹാദേവീ ക്ഷേത്രങ്ങളായി കാലാന്തരത്തിൽ അറിയപ്പെട്ടുവെന്നുമാണ് കഥ. ആ യാഗം നടന്ന പുണ്യഭൂമിയായാണ് കൊട്ടിയൂരിനെ സങ്കല്പിക്കുന്നത്. കൊട്ടിയൂർ വെച്ചാണ് ഈ ഒരു യാഗം നടന്നതെന്നും ആ യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് വർഷാവർഷമുള്ള ഈ മഹത്തായിരിക്കുന്ന മഹോത്സവം നടക്കുന്നത് എന്നുമാണ് ഐതിഹ്യം. അപ്പം ദക്ഷ പ്രജാപതിയുടെ യാഗം നടന്ന ആ ഒരു സ്ഥലത്ത്, ശിവൻ്റെ കോപത്തിന് ഇരയായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ശിവൻ്റെ തന്നെ തപോഭൂമിയെ പോലെ കാട് പിടിച്ച് കിടക്കുന്നു ആ ഒരു സ്ഥലം മുഴുവൻ തന്നെയും. വർഷത്തിൽ വൈശാഖ കാലത്ത് മഹാദേവൻ്റെ അനുവാദത്തോടുകൂടി അവിടെ ഈ ഒരു യാഗത്തിന് തുല്യമായിരിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും നടക്കുന്നു. സതീദേവിയുടെ ജീവത്യാഗം ചെയ്ത ആ സ്ഥലത്തെ അമ്മാറക്കൽ എന്ന് പറഞ്ഞ രീതിയിൽ പ്രത്യേകമായൊരു പീഠമായി പൂജിക്കുന്നു. മഹാദേവനെ പ്രകൃതിയിൽ നിന്നെടുത്തിരിക്കുന്ന മണ്ണുകളെ കൊണ്ടും പ്രത്യേകമായിരിക്കുന്ന വെള്ളാരം കല്ല് കൊണ്ടുമെല്ലാം ശിവലിംഗം പോലെ ഉണ്ടാക്കി അതിൽ പൂജിക്കുന്നു. മഹാദേവൻ്റെ കോപത്തെ തണിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ പ്രത്യേകമായ വിശിഷ്ടമായ കർമ്മവും ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. പൂജാരിയായിരിക്കുന്ന പ്രത്യേകം അവകാശിയായിരിക്കുന്ന വ്യക്തി അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ പ്രതീകമായാണ് പറയുക. അപ്പം വളരെ ദേഷ്യപ്പെട്ട് കോപത്തോടു കൂടി ദുഃഖിതനായിരിക്കുന്ന മഹാദേവനെ ആലിംഗന പുഷ്പാഞ്ജലിയോടെ ശിവലിംഗത്തോട് അദ്ദേഹം ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇതോടൊപ്പം തന്നെ വളരെ കോപാകുലനായിരിക്കുന്ന ഭഗവാനെ കോപം ശമിപ്പിക്കാൻ വേണ്ടി നെയ്യഭിഷേകം നടത്തുന്നതും ധാരാളം കരിക്കുകളെ കൊണ്ട് അഭിഷേകം നടത്തുന്നതും എല്ലാം ഇവിടുത്തെ ഏറെ വിശിഷ്ടമായ കർമ്മങ്ങളാണ്. അപ്പോൾ അവിടെ താൽക്കാലികമായി തയ്യാറാക്കുന്ന ഒരു ക്ഷേത്രം പോലെയുള്ള ഒരു അന്തരീക്ഷം, യാഗശാല പോലെയുള്ള അന്തരീക്ഷം, ഓല കുടിൽ കെട്ടിക്കൊണ്ടും മണ്ണ് കൊണ്ട് തറയുണ്ടാക്കിക്കൊണ്ടും താൽക്കാലികമായ പൂജയ്ക്ക് വേണ്ടിയുള്ള പീഠവും സംവിധാനങ്ങളും എല്ലാം ചെയ്ത് പരമ്പരാഗതമായിട്ടുള്ള വ്യക്തികൾ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനീയം പൂജാരിമാരും തന്ത്രിമാരും അപ്രകാരമുള്ള ഉപാസകരായ വ്യക്തികൾ പ്രത്യേകമായി തയ്യാറാക്കുന്ന ശിവലിംഗത്തിൽ ആരാധന നടത്തുന്നു. അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും രണ്ട് രീതിക്കാണ് അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ ഗതിയിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇക്കരത്തെ കൊട്ടിയൂർ ക്ഷേത്രം കാണാം, മഹാദേവൻ്റെ പ്രതിഷ്ഠയും പൂജയും കാര്യങ്ങളും എല്ലാം എല്ലാ ദിവസവും ദർശിക്കാം. എന്നാൽ വിശിഷ്ടമായിട്ട് ഈ പറഞ്ഞ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ 28 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഈ വിശിഷ്ടമായ സന്ദർഭത്തിന് പരമ്പരാഗതമായ ധാരാളം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. അവിടെ സതീദേവിക്ക് വേണ്ടി പ്രത്യേകമായ സങ്കല്പസ്ഥാനമുണ്ട്, മഹാദേവന് വേണ്ടി പ്രത്യേകമായ സങ്കല്പസ്ഥാനങ്ങളുണ്ട്. പരമ്പരാഗതമായിരിക്കുന്ന ഓരോ കർമ്മങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പാരമ്പര്യമായിട്ടുള്ള ഓരോ സമുദായ ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമേ ആ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ വിശിഷ്ടമായി നടക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വിശിഷ്ടമായൊരു യാഗമായി തന്നെ കൊട്ടിയൂർ മഹോത്സവത്തെ നമുക്ക് കണക്കാക്കാം. യാഗ സംസ്കൃതിയൊക്കെ ഇന്നിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് സോമയാഗം, അതിരാത്രം, രാജസൂയ ഇങ്ങനെയുള്ള ധാരാളം യാഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു രാജഭരണ കാലത്ത്. ഇന്നിപ്പോൾ യാഗങ്ങളൊന്നുമില്ല. അത്തരം യാഗങ്ങളിലെ എല്ലാം തത്വത്തെ, ആശയത്തെ കാച്ചി കുറുക്കി എടുത്തതുപോലെയുള്ള ഒരു മഹായാഗമാണ്, പുണ്യകർമ്മമാണ് കൊട്ടിയൂരെ വൈശാഖോത്സവം എന്ന് പറയാം. 28 ദിവസത്തെ പ്രത്യേകമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി തൊഴുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെച്ചിട്ടുള്ള പാപ ദോഷ ദുരിതങ്ങളുടെ എല്ലാം ശമനത്തിന് നല്ലതാണ്. മഹാദേവനെ നമുക്കെല്ലാം അറിയാം, പാപശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മൂർത്തിയാണ്. ഓം നമഃശിവായ എന്ന മഹാമന്ത്ര ജപത്തോടുകൂടി ധാരാളം ഭക്തർ അവിടെ നദിയിൽ വന്ന് കുളിച്ച് ഇറനോടുകൂടി താൽക്കാലികമായി തയ്യാറാക്കിയിരിക്കുന്ന മഹാമണ്ഡപത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മഹായാഗത്തിൽ പങ്കെടുക്കാനുള്ള സുവർണ സമയമാണിപ്പോൾ. അതിന് നിങ്ങളെല്ലാവരും തന്നെ സമയം കണ്ടെത്തണം. നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ഓരോ നാട്ടിലും ദേശത്തും ധാരാളം മഹാക്ഷേത്രങ്ങളുണ്ട്. 5 പൂജയും ശിവേലയും ശ്രീഭൂതബലിയും കൊടിയേറി ഉത്സവവും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന മഹാക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഉത്സവബലിയും ശ്രീഭൂതബലിയും തുടങ്ങിയുള്ള ധാരാളം കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. തന്ത്രസമുച്ചയത്തിലെയും കുഴുക്കാട്ട് പച്ചയിലെയും പോലെയുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിത്യേന വിശദമായ കലശപൂജയും കലശാഭിഷേകം നടക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ രഹസ്യമായ പ്രത്യേക സമ്പ്രദായ പ്രകാരമുള്ള ശങ്കരാചാര്യ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക വിധാന പ്രകാരമുള്ള പൂജാകർമ്മങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ചിറകൾ എന്നറിയപ്പെടുന്ന ചുറ്റുപാടുമുള്ള ഓരോ സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് അതിൻ്റെ സമുദായത്തിൽ അർഹതപ്പെട്ട വ്യക്തികൾ ഓരോ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. ഇന്നും പരമ്പരാഗത സമ്പ്രദായങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താതെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ യാഗത്തിൻ്റെതായ പുണ്യ ദിവസങ്ങൾ കർമ്മങ്ങൾ നടക്കുന്നത്. അപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അത്ഭുതകരമായ ഈ ഒരു സമയത്തെ വിശേഷപ്പെട്ട അർച്ചനകളും പൂജകളും കർമ്മങ്ങളും എല്ലാം നമുക്ക് ഒരു വർഷക്കാലത്തേക്കെന്നല്ല എക്കാലത്തേക്കും തന്നെ ഓർക്കുവാൻ പറ്റുന്ന മഹാകർമ്മങ്ങളാണ്. അത് പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള ഈ വിശിഷ്ടമായ സമയം എല്ലാ സജ്ജനങ്ങളും പ്രയോജനപ്പെടുത്തണം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറെ വിശിഷ്ടമായ ഒരു പ്രസാദമായാണ് ഓടപ്പൂവിനെ കണക്കാക്കുന്നത്. ദക്ഷയാഗത്തിൽ കോപിഷ്ഠനായിരിക്കുന്ന വീരഭദ്രൻ ദക്ഷൻ്റെ താടി ദീക്ഷ പറിച്ചെറിഞ്ഞതിന് ശേഷമാണ് തലയർത്തത് എന്നാണ് സങ്കല്പം. ഈ ദീക്ഷയുടെ ഒരു പ്രതീകമായാണ് ഓടപ്പൂവിനെ കണക്കാക്കുന്നത്. ഓടപ്പൂവ് ഈ ഒരു ശത്രുസംഹാര ഭാവത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ സിറ്റൗട്ടിലോ പൂജാമുറിയിലോ ഒക്കെ സൂക്ഷിക്കുന്നത് വളരെ ഐശ്വര്യകരമായി കണക്കാക്കുന്നു. മകം നക്ഷത്രം മുതൽ സ്ത്രീകൾക്ക് ഈ വൈശാഖോത്സവത്തിലേക്ക് പ്രവേശനമില്ല. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാൻമാതർ കൊട്ടൂരിയിലേക്ക് കലശങ്ങൾ തലച്ചുമടുകളായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ്. ഈ കലങ്ങൾ ഉപയോഗിച്ച് മകം, പൂരം, ഉത്രം നാളുകളിലുള്ള പ്രത്യേകമായ ഗൂഢ പൂജാകർമ്മങ്ങൾ നടക്കുന്നു. ഇത് കഴിഞ്ഞ് അത്തനാളിൽ 1000 കുടം അഭിഷേക പൂജയും കലശപൂജയും ചിത്തിരനാളിൽ കലശാട്ടവും നടക്കും. അതിനു മുമ്പായി ശ്രീകോവിൽ പൊളിച്ചു മാറ്റുന്നു. അത് കഴിഞ്ഞ് കളഭാഭിഷേകം എന്ന പേരിൽ അറിയപ്പെടുന്ന ത്രികലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു. പിന്നീട് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമില്ല. അടുത്ത ഉത്സവ വർഷക്കാലത്തിനു വേണ്ടി എല്ലാവർക്കും ഭക്തി നിർഭരമായി കാത്തിരിക്കാം. ഒരു വർഷത്തെ വൈശാഖോത്സവം തീരുമ്പോൾ അതോടുകൂടി ആ വർഷത്തെ പൂജാകർമ്മങ്ങൾ പൂർത്തിയാവുന്നില്ല. അടുത്ത വർഷമാണ് ഇതിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നാണ് സങ്കല്പം. കഴിഞ്ഞ വർഷം പൂർണ്ണമാക്കാതിരുന്ന പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് അടുത്ത വർഷത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇടവത്തിലെ ചോരുനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്നും വാൾ എഴുന്നള്ളത്ത് ഇക്കരയെത്തും. സംഹാരരഥനായ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് അറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. കുറ്റ്യാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ്. വാൾ ഇക്കരെ ക്ഷേത്രത്തിൽ വെച്ച ശേഷം പടിഞ്ഞാറ്റേ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും.
അക്കരെ ക്ഷേത്രത്തിൽ 5 കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും. ചോതിവിളക്ക് തയ്യാറാക്കുന്നത് 3 മൺതാലങ്ങളിൽ നെയ്യൊഴിച്ചാണ്. രാവിലെ കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്ന് ഇതിന് വേണ്ട എണ്ണയും വിളക്കുതിരിയും കൊണ്ടുവരും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ്. ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ്. 3-ാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പാണ്. ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിലാണ്. മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം, വെള്ളി പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും. ഇവയുടെ സൂക്ഷിപ്പിന് അവകാശികളായ കുടവതികൾ, ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും.